കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് പദ്ധതി ആരംഭിച്ചത്. EV ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. നമ്മുടെ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ നേട്ടങ്ങളും എല്ലാം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സമൂഹം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അടക്കം ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പറയുന്നത് അതിന്റെ ചാർജിങ് സ്റ്റേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം കുറെ ദൂരം നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പറയാറാണ് പലപ്പോഴും. നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കുന്നതിന് ബാങ്കിന്റെ ഈ ഒരു പരിപാടിയിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഊർജ്ജ സംരക്ഷണ മേഖലയിൽ നൂതന പദ്ധതികളാണ് ബാങ്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിന്റെ 12 ബ്രാഞ്ചുകളിലും സോളാർ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 ബ്രാഞ്ചുകൾ ഇതിനോടകം സോളാറിലേക്ക് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വൈദ്യുതിയുടെ ഗാർഹിക ഉപഭോഗം കുറയ്ക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ഇ-ബിൽ ചലഞ്ച് മത്സരവും 100ഓളം ഊർജ്ജ സംരക്ഷണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഐഡിയത്തോൺ മത്സരം 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരുന്നു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുൻവശത്ത് തന്നെ എല്ലാതരം ഇലക്ട്രിക് വാഹനങ്ങളും ചാർജ് ചെയ്യാൻ കഴിയും. കേരള ഗവൺമെന്റ് ബാങ്ക് മെമ്പർമാർക്ക് അനുവദിച്ചിട്ടുള്ള സമാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണം കാരായി രാജൻ നിർവഹിച്ചു. ബാങ്ക് ഇടപാടുകാർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ UPI സേവനങ്ങൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ സിജോയിയും നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിലും പ്രതിഭകളെ ആദരിക്കലും നിക്ഷേപം സ്വീകരിക്കലും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ T അനിലും നിർവഹിച്ചു. രാജേഷ്, വിനോദ്, മധു ചെമ്പേരി, E പ്രമോദ്, ബാങ്ക് സെക്രട്ടറി P സുരേഷ് ബാബു, M രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.